വേവിക്കരുത്. എല്ലാം കൂടി എടുത്ത് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുന്നത് ഒന്നുകൂടെ എടുത്ത് കഴിക്കട്ടെ. ക്യാമറ നോക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കൊണ്ടുപോവാ തന്നെ. ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ ഒരു നല്ല രാവിലെ തന്നെയുള്ള നല്ലൊരു എപ്പിസോഡാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ മുട്ടക്കറി. ആ മുട്ടക്കറി മുമ്പ് ചെയ്തതും പിന്നെ ഉണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് നല്ല സാധനമാണ്. നമ്മുടെ 10ലാണ് ഏറ്റവും ഹൈലൈറ്റ് കണ്ണൂരുകാരുടെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സാധനം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ്, സൂപ്പർ സാധനം. ഇത് ഇന്ന് ആദ്യമായിട്ട് ആക്കുന്നതൊന്നുമല്ല, പല തവണകളായിട്ട് ആക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന പാർട്ടിലേക്കൊക്കെ ഒന്ന് പോവാം. നമ്മൾ ഈ മുട്ടക്കറിക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 7 മുട്ടയോളം ചെയ്യുന്നത്. അതിന് ഒരു ഉള്ളി എടുക്കുന്നുള്ളൂ കേട്ടോ, കൂടുതൽ ഉള്ളി വേണ്ട. ഇത് 2 ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. ഓരോന്നിനും ഓരോ കട്ടിങ് തന്നെ ഉണ്ട്. നിങ്ങൾ അതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇതേപോലെ 2 ആക്കി കട്ട് ചെയ്തിട്ട് നൈസായിട്ട് എടുക്കുക കേട്ടോ. നേരെ ഹാഫാക്കി എടുത്ത് കഴിഞ്ഞാൽ നീളത്തിലെടുക്കണ്ട. നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറും. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ 5 തക്കാളി കേട്ടോ. ആ ഉള്ളിൻ്റെ അതേ സൈസിലുള്ള 5-4 തക്കാളി. ഇത് ഈ സൈസ് ഉണ്ടല്ലേ, അതേ വലുപ്പത്തിൽ തന്നെ ഞാൻ ഉള്ളി എടുത്തത്. അപ്പോൾ തക്കാളി നല്ല കൂടുതൽ, ഉള്ളി കുറവാണ്. അത് നൈസായിട്ട് എടുക്കുക കേട്ടോ. തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മളെ കട്ടിങ്ങെല്ലാം റെഡി. ഇതിൽ കൂടുതൽ സാധനമൊന്നുമില്ല, പക്ഷേ ഇതിൽ തേങ്ങാപ്പാലിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഓക്കെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ കടായിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഇടാം. അപ്പോൾ ഉള്ളി ഏകദേശം ഒരു വാടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വാടണം കേട്ടോ. തക്കാളി നിർബന്ധമാണ്. എണ്ണ ഞാൻ പറഞ്ഞത് ഒരു ഉള്ളിയാണെങ്കിൽ 5 തക്കാളി. അത് നിങ്ങൾ എടുക്കുന്ന സൈസിന് കണക്കായിട്ട് എന്തായാലും അങ്ങനെ തന്നെ ഒരേ സൈസ് തക്കാളി ഉള്ളിയൊക്കെ. ഇനി ഇത് നന്നായിട്ട് വാടട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. വാടണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വേഗം വാടി കിട്ടുമല്ലോ, നമ്മുടെ സമയം ലാഭമാവുമല്ലോ. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നിങ്ങളുടെ ഇതിനനുസരിച്ച് അതൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ നമ്മളെ മസാല ഇതിനകത്തേക്ക് കയറാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല മിക്സായി വന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്ലിറ്റായി വന്ന് കണ്ടില്ലേ. ഓയിൽ ഇടണേ കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഇതിൽ തന്നെ കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി ഉടനെ ഈ രീതിയിൽ തന്നെ വരണം. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പിട്ട മുട്ടക്കറിയും ഈ മുട്ടക്കറിയൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ മുട്ടക്കറിയും വ്യത്യാസമുണ്ട്. ഇതിൽ മെയിനായിട്ട് കാശ്മീരി ചില്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പിന്നെ ഞാനിപ്പോൾ ഇടുന്നത് 2.5 ടീസ്പൂണാണേ. ഇത് 2.5 ടീസ്പൂൺ ഇപ്പോൾ ഇട്ടു. പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മുളകൊക്കെ ഒന്ന് കുക്കായി വരണം. മുളക് കുക്കായി വരണേ, നിർബന്ധമാണ്. ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അത് പിന്നെ കുക്കായി വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ല മുളകെല്ലാം കുക്കായി വന്ന സ്മെല്ലും ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഓയിലി ആയിട്ട് തന്നെ എടുക്കുക. ഇനിയുള്ള ആ ഓയിൽ ഇതൊക്കെ പോകും. നല്ല തക്കാളി കണ്ടില്ല, ഉടനെ അതിൻ്റെ ആ സുഖമാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെയാണ് പിന്നീട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലും എടുക്കണം. ഏകദേശം ഒരു 1.25 തേങ്ങ അരച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചിട്ട് വെക്കുക. ചെറുതായിട്ട് ഇത് കുറച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് പാൽ കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ട ഇതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് പോകണേ. കുറച്ച് സമയം എടുത്ത് നല്ല ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് പിന്നെ ഇത് എന്താ പറയുക, കളേഴ്സ് കണ്ടില്ലേ, ഇതിങ്ങനെ പോയ കളേഴ്സ് അടിപൊളിയായിട്ടില്ലേ. ഇതിനൊന്നും നല്ല കുക്കായി വരട്ടെ. നിങ്ങൾ തീ എന്തായാലും കുറച്ച് വെക്കണേ, മറക്കല്ല. ആ ഓയിലും ഇതിങ്ങനെ ഉണ്ട്. അത് മുട്ടയൊക്കെ വരുമ്പോൾ ഒന്ന് സെറ്റായി വരും കേട്ടോ. അപ്പോൾ മുട്ട ഇടുന്നതിന് മുമ്പ് നമ്മളെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ മുട്ട ഇട്ടിട്ട് അധികം നമുക്ക് ഇളക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഓരോ ഭാഗത്ത് ഞാൻ ഒരു ബൗളിൽ വെച്ചിട്ട് ഇടുന്നതാണ്. ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. രാവിലെ തന്നെ നാസ്തക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത് നമ്മളെ പൂവൻ കോഴി ഇടുന്ന കരിയുന്ന കേട്ടില്ലേ. അപ്പോൾ ഞാൻ ബൗളിൽ പിന്നെ ഒന്ന് ഒഴിച്ചു വെച്ചാണ്. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഇട്ടാലും മതി കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ബൗളിൻ്റെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പോൾ മുട്ട ഒഴിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ച ഭാഗത്തല്ല, പല ഭാഗത്തായിട്ട് ഒഴിക്കണേ. എന്ന് പറഞ്ഞാൽ ഇത് അതേപോലെ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മളെ കറി കണ്ട തിക്നെസ്സും കണ്ടില്ലേ. ഈ തിക്നെസ്സിൽ വന്നു തിളച്ച്. പിന്നെ എന്താ പറയുക, മുട്ടയെല്ലാം ഏകദേശം വെന്തിട്ട്, ഓവറായി വെന്തിട്ടില്ല, ഓവറായി വേകാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1-ാം പാല്, നല്ല കട്ടിയുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ആദ്യം എടുത്ത് 1-ാം പാല്
ഇനി ഇത് ഒഴിച്ചിട്ട് അങ്ങനെ തീ ഫുള്ള് കുറച്ച് വെക്കാം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അന്നേരം തന്നെ തീ ഓഫാക്കി വെച്ചാലും യാതൊരു പ്രശ്നമില്ല. ഇനി ഇതിട്ട് ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ചേർക്കണം, പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഞാൻ ഇതാ ഹാഫായി കട്ട് ചെയ്തിന് പല റെസിപ്പികളിലും പറയാറുണ്ട്, അവസാനം പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഒന്നും ഇളക്കുന്ന ഒന്നുമില്ല, ഇതെങ്ങനെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആ പച്ചമുളക് ഉടച്ചിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വരാനുണ്ട് അവസാനം. ഇതാ ആ കളേഴ്സും കണ്ടില്ല. ഇനി മല്ലിയില, ആഹാ, ഇതാ മുട്ടക്കറി ഓൾമോസ്റ്റ് മല്ലിയില എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതൊന്ന് 2 മിനിറ്റ് വെക്കൂല, 1-1.5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി വെക്കും. തീ ഇപ്പോൾ വളരെ സിമ്മിലുള്ള, ഫയർ ഇപ്പോൾ വളരെ സിമ്മിലുള്ള, അത് ഇനി കുറച്ചിന് ഓഫാക്കിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് കഴിക്കുന്നുള്ളൂ കേട്ടോ. ചപ്പാത്തിൻ്റെ പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, പത്തലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിനി അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നമ്മളെ മുട്ടക്കറിയൊക്കെ എല്ലാം റെഡിയായി ഒരു അരമണിക്കൂറോളം വെച്ച് എന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി അതുപോലെ തന്നെ പൂരി, പത്തൽ, ഇതൊക്കെ പത്തലാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷനുള്ള സാധനം. പിന്നെയാണ് ചപ്പാത്തി പൂരിയൊക്കെ വരുന്നത്, നമ്മുടെ കണ്ണൂരുണ്ടാകുന്ന പത്തൽ. അപ്പോൾ ഇതേപോലെ തന്നെ മുട്ടക്കറി ഞാൻ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ മുമ്പ് മഞ്ഞൾ പൊടി ഇട്ടിട്ട് മാത്രമുള്ള ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ട അതിൽ തന്നെ കലക്കി വെച്ചിട്ടുള്ള ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയിലും മാത്രം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങാപ്പാലിൽ വരുന്ന കോമ്പിനേഷൻ, മുട്ടയ്ക്ക് നമുക്ക് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ മുട്ട വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ള റോസ്റ്റ്, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമുക്കിപ്പം ഇത് ഇടുന്ന് കഴിക്കാം. ഞാനിതാ മുട്ടയും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഇതാ പച്ചമുളകും ഉണ്ട് കേട്ടോ, കൂടെ തന്നെ എടുക്കുന്നു. ആ പ്ലേറ്റിലേക്ക് ഒഴിക്കട്ടെ. ഈ ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിയിൽ ഇങ്ങനെ കുതിർത്തി ഇങ്ങനെ വരും. ഇതാ ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കഴിക്കുന്ന രൂപനാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ പച്ചമുളക് എടുക്കാൻ, മുട്ട ഇങ്ങനെ മാറ്റി പച്ചമുളക് എടുത്ത് ഇത് കണ്ടോ ഇങ്ങനെ ഉടക്കാൻ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഉള്ളിൽ നിന്നുള്ള സീഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇതാ അത് കറിയെല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഫ്രഷോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ സുഖം. ചപ്പാത്തി എടുത്ത് ചപ്പാത്തി ഇങ്ങനെ എടുത്ത് കുറച്ച് കറിയൊക്കെ എടുത്ത് ഇതാ മുട്ട ഇപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന കണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഇതാ കണ്ടില്ലേ, ഇതാ ഇതാ കണ്ടില്ലേ, ആ സോഫ്റ്റ്നെസ് കണ്ടില്ലേ, ആ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. മുട്ടക്ക് എന്ത് ഭയങ്കര സോഫ്റ്റായിരിക്കും, കൂടുതൽ വേവിക്കരുത്. എല്ലാം കൂടി എടുത്ത് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ കൊതി വരുന്നുണ്ടാവും. രാവിലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് പറ്റിയ സാധനം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇതാ നമുക്കിങ്ങനെ കൊതി വരുന്നത്, ഒന്നുകൂടെ എടുത്ത് കഴിക്കട്ടെ. ക്യാമറ നോക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കൊണ്ടപ്പോൾ തന്നെ ആഹാ. ഇത് ഒന്നും കൂടെ ഒരു പിടിയും കൂടെ എടുക്കട്ടെ. ഇതാ ആ പച്ചമുളക് ഉടച്ചതും മുട്ടൻ്റെ ആ വേവും തേങ്ങാപ്പാലും ഈ മൂന്നും കൂടിയുള്ള കോമ്പിനേഷനാണ്. പൊളിച്ച് നല്ല നല്ല അടിപൊളി സാധനം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. എന്നുവെച്ചാൽ എൻ്റെ മുട്ടക്കറി മുമ്പ് പല ആളും ട്രൈ ചെയ്തിട്ട് നല്ല റിവ്യൂസ് കിട്ടിയിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു മുട്ടക്കറിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ പിന്നെ എനിക്ക് പ്രത്യേകം ഒന്ന് പറയാനുള്ള, ഞാൻ രണ്ടാമത് ഒഴിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം തന്നെ ഒഴിച്ചോ, രണ്ടാമത് ഒഴിക്കാൻ നിൽക്കണ്ട. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തേലുള്ള അളവ് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് രണ്ടാമത് ഒഴിച്ചത്. നിങ്ങൾ ആദ്യം തന്നെ ഒഴിക്കുക, എന്നിട്ട് അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുക അതേപോലെ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുക. പിന്നെ നല്ല നല്ല വെളിച്ചെണ്ണ കൂടുന്ന അങ്ങനത്തെ ഒന്നുമില്ല. എന്നുവെച്ചാൽ മുട്ട എല്ലാം കൂടി വരുമ്പോൾ എല്ലാം കൂടിയുള്ള ബാലൻസ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 7 മുട്ടയോളം ഇട്ടിട്ടുണ്ട് ഇതിൽ, എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല നല്ല അടിപൊളി തേങ്ങാപ്പാൽ മുട്ടക്കറി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയും. ഞാൻ മറ്റുള്ള മുട്ടക്കറിയുടെ എഗ് സ്പെഷ്യൽ എന്നുള്ള എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, അതും എൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതും കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇടുന്നത് വൈൻഡപ്പ് പറയാണ്. നല്ല ഒരു ഹാപ്പി മോർണിംഗ് എല്ലാവരോടും. അപ്പോൾ ബൈ.